അതാണ് ആ കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരിക്കലും വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ബാങ്ക് അങ്ങോട്ട് കൊടുക്കാനില്ല. നമ്മളെ പൈസ ഒന്നും ബാങ്കിന് ആരും കൊണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് ജീവിച്ചു പോകുന്നത്. നമുക്ക് വേറെ അനാവശ്യ ചിലവൊന്നുമില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണം. കാരണം ഉടുപ്പ് പോലും ഇല്ല. അതിന് പോലും നമ്മള് ഉടുപ്പില്ല. അയ്യോ. നമസ്കാരം, മുൻഷി രഞ്ജിത്താണേ. വെള്ളാനി ക്ഷേത്രത്തിനടുത്തൂടെ സഞ്ചരിക്കുമ്പോൾ ആദിത്യൻ ഹോട്ടൽ എന്നൊരു ഹോട്ടൽ കണ്ടു. അകത്തേക്ക് നോക്കിയപ്പോൾ വൃദ്ധരായ പ്രായമുള്ള ദമ്പതികളാണ് അത് നടത്തുന്നതെന്ന് മനസ്സിലായി. തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം വെള്ളക്ഷാമം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം മുക്കിയെടുത്ത് കൈ കഴുകിയിട്ട് ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ആദിത്യൻ ഹോട്ടൽ എന്ന് പറയുന്ന വെള്ളാനി വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടല്ലോ. പണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ആളും തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആദിത്യൻ ഹോട്ടലിൽ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മധുസൂദൻ. അപ്പോൾ ചേട്ടനുമായിട്ടൊന്ന് സംസാരിച്ചു. ചേട്ടനും ഭാര്യയും തന്നെയല്ലോ കണ്ണാടി വെച്ച്. ഞാൻ സ്കൂളിലെ ടീച്ചർ വല്ലതും ആയിരിക്കും. രണ്ടുപേരും കൂടെ എന്ന് തുടങ്ങിയത്? 50 വർഷമായി ഈ സ്ഥാപനം. ആദിത്യ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. കൊച്ചുവിന്റെ പേരിട്ടെന്നേ ഉള്ളൂ. നമുക്ക് പേര് വേണ്ട. ഇത് മസൂനണ്ണന്റെ കട. അത് മതി. അപ്പൊ ഇത് നമ്മുടെ വെള്ളാനി അമ്പലത്തിന്റെ അടുത്തായിട്ട് വരും. സ്കൂൾ നടന്ന് പറയും. ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതിനും ചെറിയ കട, ചായക്കട. അന്നും രണ്ടുപേരൊക്കെ തന്നെ, രണ്ടുപേരും കൂടെ തന്നെ. ആദ്യം മുതൽ ജീവിത പങ്കാളിയായപ്പോൾ മുതൽ ചായക്കടയിലും പങ്കാളിയാക്കി. അദ്ദേഹം വന്നിട്ട് 25 വർഷം. ചേട്ടൻ്റെ സ്ഥലം ജോലി ഇത് തന്നെ, ചായക്കട ബിസിനസ്സാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം. ബാക്കിയുള്ളവർ ശരി ശരി. ജീവിതത്തിലോട്ട് വന്നു. അപ്പോൾ കൂട്ടത്തിലോട്ട് നമ്മുടെ സ്വന്തം കട തന്നെ ഇപ്പം. അപ്പം അത് രണ്ടുപേരും എന്തായാലും അങ്ങനെ ചേരേണ്ട ചെയ്യും. ഈ 50 വർഷമായെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സാധനം കാണുന്നുണ്ട്. ഇതുണ്ടോ? ഈ സാധനം കാലില്ലാത്തൊരു ടേബിള്. ഇതിന്റെ കാലല്ല, ഇത് പഴയ സാധനം. ഇങ്ങനെയാണ് അതിന്റെ നിർമ്മിതി. നമ്മൾ നോക്കുമ്പോൾ ഇതിന് കാലൊന്നും ഇല്ല. ഇത് കാലിൽ എവിടെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇതിന് കാല് വേണ്ട. അങ്ങനത്തെയാണ് ഇതിന്റെ. ഇതിനും 50 വർഷം പഴക്കം കാണുമോ? 10-20 വർഷം പഴക്കം. അന്നത്തെ സാധനം. പക്ഷേ എങ്കിലും പഴയ സാധനമാണ്. എങ്ങനെയാണ് ഇവര് ചായക്കച്ചവടം കൊണ്ടൊക്കെ ഉള്ള ജീവിതമാർഗം എങ്ങനെയാണ്? കടമുണ്ട്, സാധ്യതയുണ്ട്. നമ്മൾ തന്നെ അവർക്കൂടെ കൊടുക്കുക. അവർക്കൂടെ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നത്. ദിവസം പലിശ മാത്രം. പലിശ മാത്രം കൊടുക്കലാണ്. അത് 10 വാങ്ങിച്ചാലും ഒരാളിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചാൽ അത് 15 ദിവസം കഴിയുമ്പോൾ ഇത് വെച്ചിരുന്ന് ഈ സാധനം മാറ്റി തിരുവനന്തപുരത്ത് തീരും. അതിനേക്കാൾ നല്ലത് വല്ല KSF ചിട്ടി വല്ലതും ചേർന്നിട്ട് നമുക്ക് ജാമ്യം നമ്മുടെ ഇപ്പൊ ഈ വസ്തു കടയിൽ നമ്മുടെ പേരല്ലേ ലോൺ എടുത്തൊക്കെയാണ്. ഓ അങ്ങനെ ഉണ്ട്. ഒരിടത്ത് ഓൾറെഡി ലോൺ ആയി. 2 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ 2 സെന്റിനൊക്കെ അവര് 2 ലക്ഷം രൂപയെ തരുള്ളൂ. നമ്മളാണെങ്കിൽ സാധാരണ 4-5 ലക്ഷമൊക്കെ തന്നോണ്ട് പുതിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കും.
അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പമാതിയല്ലേ പിരിവാദം തന്നെ. കാരണം പലിശ കൂടിയാലും ചോദിച്ചാൽ ഉടനെ പണം തരും. ബാധ്യതയൊന്നുമില്ല. നമ്മൾ കൊടുത്താലേ അവർ വാങ്ങിക്കും. മറ്റേ ബാങ്കിൽ പോയി 10,000 രൂപ വാങ്ങിക്കണമെങ്കിൽ 6 മാസം കയറി ഇറങ്ങി അവൻ പറഞ്ഞ കാർഡൊക്കെ കൊടുക്കാൻ നമ്മളില്ല. അല്പം പരിചയം കുറവുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പതിനായിരം ചോദിച്ചാൽ അവൻ നാളെ വന്നിട്ട് നമ്മൾ കൊടുത്തോണ്ട് നാളെ വന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ട് നാളെ കൊണ്ടുവരും. മറ്റന്നാൾ നമ്മളത് കൊടുത്താലേ വാങ്ങിക്കുള്ളൂ. ആ വിശ്വാസം അങ്ങനെയുള്ള ഇതൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്. സാധാരണക്കാരൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോഴും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഒരുപാട് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഒക്കെ ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു സാധാരണക്കാരന് എപ്പോഴും ആവശ്യത്തിന് സമാന്തരമായിട്ട് നടക്കുന്ന ഈ പലിശ ഇടപാട് സ്ഥാപനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളൂ. അതെ, നല്ല അത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം. ഇവിടെയെല്ലാം തീർത്തിട്ട് ഇനി അതാണ് അവിടെ അടച്ചു തീർക്കാം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറ്റുമെന്ന് ആലോചിക്കാം. ഈ ചായക്കടക്കാരി ഇതുവെല്ലാം കേൾക്കുന്നുണ്ട് ഈ പറയുന്നത്. അവിടെ കേട്ടോ, 10 ലക്ഷം രൂപയുടെ കടയുണ്ട്. 10 ലക്ഷം രൂപ ഒത്തു കിട്ടിയാൽ ഈ വിളയുടെ പൈസ എല്ലാം കൊടുത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്താൽ ഈ പലിശ കൊടുക്കുന്ന പൈസ മതി നമുക്ക് ലോൺ മുതലും പലിശ തീരും. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതെ, ആർക്കൊന്നും ആരുമില്ല. ആ കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരിക്കലും വേറെ ഒന്നുമില്ല. ഒരു പൈസ ഒന്നുമില്ല. ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ബാങ്ക് അങ്ങോട്ട് കൊടുക്കാനില്ല. നമ്മളെ പൈസ ഒന്നും ബാങ്കിൽ നേരം കൊണ്ടുവരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് ജീവിച്ചു പോകുന്നത്. നമുക്ക് വേറെ അനാവശ്യ ചിലവൊന്നുമില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണം. കാരണം ഉടുപ്പ് പോലും ഇല്ല. അതിന് പോലും നമ്മള് ഉടുപ്പില്ല. അയ്യോ, എന്താ വടയാണോ കഴിക്കുന്നത്? വടയാണോ കഴിക്കുന്നത്? കഴിക്കാനുള്ള പല്ലൊക്കെ ഉണ്ട്. പരിപ്പോട് വാങ്ങിച്ച് കഴിക്കാൻ എന്തായിരുന്നു? പല്ലൊക്കെ ഉണ്ട്. അല്ല, നല്ല കൂട്ടരാണ്. അല്ല, ഈ കഴിക്കാൻ പല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാറില്ല. പരിപ്പോടൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഉള്ള പല്ലൂടെ കളയരുത്. എന്നിട്ട് കടയെ കുറ്റം പറയരുത്. അത് ഒഴിഞ്ഞു വേണം. അത് കുഴപ്പമില്ല. അത് വാലിപ്പരിഞ്ഞു പോകും. എവിടെ പോയിട്ട് വരുന്നു? എവിടെ പോയിട്ട് വരുന്നു? അവിടെ എന്താ? ഓ, അത് ശരി. അപ്പോൾ വൈകുന്നേരം കടിയും ചായ ഉണ്ട്. ഉച്ചയ്ക്ക് ഊണുണ്ട്. വലിയ പരിപാടികളൊന്നും ഇല്ല. ആരോഗ്യം കളയുന്ന ഭക്ഷണമൊന്നുമില്ല. നമ്മുടെ ദോശ, ഓംലെറ്റ്, ചമ്മന്തി. ആരായി ബഹളം വയ്ക്കുന്നത്? എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. അവിടെ ഒരു ചായ കൊടുക്കാൻ വിശന്ന് വന്നു. അതാണ് ഇത്. ഇപ്പൊ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമ്മളെയൊക്കെ പിടിച്ചില്ല. ആ അവസ്ഥയിലാണ് വന്ന് കയറിയിരിക്കുന്നത്. എന്തുവാ? ഓണമല്ലേ, ഓണത്തിന് കൂട്ടും. അപ്പൊ ഈ മീനെന്ത് ഇപ്പൊ രാത്രി ചൂടുന്നു? വൈകിട്ട് ചൂടുന്നത്? വൈകുന്നേരത്തേക്കോ? അപ്പൊ ചേട്ടാ, നിങ്ങളുടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞങ്ങൾ ഇതൊന്നും കാണാനും കേൾക്കാനും ഒക്കെ വന്ന നടക്കട്ടെ. ചായക്കടക്കാരി എടുത്ത് 2 പേർക്കും തരും. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇതേ ഉള്ളു. ഇതല്ലേ ഷൂട്ടിങ്? എങ്ങനെ ഇതൊക്കെ 15 വർഷമായിട്ട് ചായക്കടയിലുണ്ട്. ഇവിടെ വന്നിട്ട് തന്നെ ചായ അടിക്കാനൊക്കെ പഠിച്ചത്. ഇപ്പൊ എല്ലാ പരിപാടിയും ചെയ്യും. ഞങ്ങൾ ചോറ് കഴിച്ചപ്പോഴൊക്കെ എല്ലാ സാധനം എടുത്ത് വന്നൊക്കെ കണ്ട്. ഞാൻ കഴിച്ചോണ്ടല്ലേ, ആ സ്നേഹത്തിലല്ലേ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത്. നാളെ വരാൻ ഈ ഏരിയയിലുണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ. ഇല്ല, നമ്മൾ പോവാ എറണാകുളത്ത് പോയി. രഞ്ജിത്ത് മനുഷ്യൻ. അപ്പൊ ഇവിടെ നിന്ന് കഞ്ഞിവെള്ളവും കുടിച്ച് ഞാൻ ചോറും ഏത് കിട്ടത്തില്ല. മത്തിയാ? ചൂരയും മത്തിയൊക്കെ നല്ല വറുക്കാനെടുത്ത് സൂപ്പറായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഇത് വറുത്ത് അടിപൊളി. ചൂട് മീൻ അപ്പം ചൂടാക്കി തരികയാണ് ഇവിടെ. കണ്ടോ? അടുത്തുണ്ടോ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഒന്ന് വാങ്ങി. കുടിക്കാം, കഴിക്കാം.
അപ്പോൾ സന്തോഷത്തിൽ പോകാം. അപ്പോൾ ഈ ഇതുപോലെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണുക അറിയുകയൊക്കെ വേണം. അതുപോലെ തന്നെ വിഷമം ഓടി വന്നു കഴിഞ്ഞാൽ അവർക്കും പെട്ടെന്ന് ഭക്ഷണം കിട്ടാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഉള്ളെന്നാണ് വന്നിരിക്കുന്നവരും പറയുന്നത്. നല്ല മീൻ വറുക്കുന്ന മണം അടിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ ചോറ് കഴിച്ചു കളയും.